ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളീയ ഗ്രാമങ്ങളെ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലെത്തിച്ച ഗ്രീൻ കേരള എക്സ്പ്രസ് റിയാലിറ്റി ഷോ ദൃശ്യമാധ്യമ രംഗത്ത് ഏറെ പുതുമകൾ കാഴ്ചവെക്കുകയുണ്ടായി. ഗ്രാമപഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളെ ദൃശ്യമാധ്യമത്തിലൂടെ അവതരിപ്പിക്കുക മാത്രമല്ല, വികസന പ്രക്രിയയിൽ മാധ്യമത്തിന്റെ ക്രിയാത്മകമായ ഇടപെടൽ കൂടിയാണ് ഗ്രീൻ കേരള എക്സ്പ്രസ്. നാടിന്റെ വികസന പ്രക്രിയയിൽ സ്ത്രീകളുടെ അത്ഭുതാവഹമായ പങ്കാളിത്തമാണ് ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. കുടുംബശ്രീ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്ത്രീ സംരംഭങ്ങൾ, സ്ത്രീ കൂട്ടായ്മകൾ, വിവിധങ്ങളായ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, പിന്നെ നീലപ്പട പോലുള്ള വേറിട്ട പ്രവർത്തനങ്ങളും. 96 ജനകീയാസൂത്രണം തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് സ്ത്രീകളെ ഉള്ളൂ ഈ പബ്ലിക് സ്പേസിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 33% റിസർവേഷൻ അന്ന് നൽകിയോടെ പല സ്ത്രീകൾക്കും മുന്നോട്ട് വരാനുള്ളൊരു അവസരമായി കിട്ടുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൃഷിയായാലും ആരോഗ്യമായാലും വിദ്യാഭ്യാസമായാലും ഏതൊരു മേഖല എടുത്താലും നമ്മൾ കാണുന്ന അവിടെ സ്ത്രീകളാണ് അതിനൊരു ലീഡർഷിപ്പ് കൊടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മുൻനിരയിൽ കാണുന്നത്. ഗ്രീൻ കേരള എക്സ്പ്രസിൽ വനിതകൾ ഭരണസാരഥ്യം വഹിക്കുന്ന ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകൾ പങ്കെടുത്തു. അധ്യാപികമാരും അഭിഭാഷകരും കൂലിവേല ചെയ്യുന്ന സ്ത്രീകളും ബീഡി തൊഴിലാളികളായ വനിതകളും തങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുന്നേറ്റങ്ങൾ ആവേശത്തോടെ അവതരിപ്പിച്ചു. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ വേദിയിൽ വികസനത്തിന്റെ സ്ത്രീ ശബ്ദങ്ങൾ മുഴങ്ങിയ ആ കാഴ്ചകൾ നമുക്കൊരിക്കൽ കൂടി കാണാം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ മിടുക്കിയായ ഒരു പെൺകുട്ടിയെ കണ്ടതിൽ ഉള്ള സന്തോഷം അറിയിക്കട്ടെ. ഓരോ നാടിനും നിരവധി അടയാളങ്ങളുണ്ട്. അത് ചരിത്ര സ്മാരകങ്ങളാകാം, ഐതിഹ്യ കഥകളാകാം, അല്ലെങ്കിൽ മഹത് വ്യക്തികളാകാം. തങ്ങളുടെ ഭാഷാ ശൈലി കൊണ്ടും അവതരണ മികവുകൊണ്ടും നാടിന്റെ വാഗ്മയ ചിത്രങ്ങൾ രചിക്കുക തന്നെയായിരുന്നു ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ പട്ടണക്കാട് ബ്ലോക്കിൻ്റെ ഏറ്റവും ചെറിയൊരു പഞ്ചായത്താണ് കടക്കരപ്പള്ളി പഞ്ചായത്ത്. കടൽ കരവെച്ച പ്രദേശമായതിനാൽ കടക്കരപ്പള്ളി എന്ന് ആ ഗ്രാമത്തെ അറിയപ്പെടുന്നത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്യൂസ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇട്ടി അച്യുതൻ വൈദ്യൻ്റെ ജന്മനാടാണ് കടക്കരപ്പള്ളി ഗ്രാമപ്രദേശം. സംഗീത ചക്രവർത്തിയായ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായതും അതോടൊപ്പം തന്നെ രാജ്യാന്തര പ്രസിദ്ധി നേടിയ പ്രാണത്യാഗം ചെയ്ത മേജർ രാമസ്വാമിയുടെ ജന്മം കൊണ്ടും അതുപോലെ തന്നെ കഥകളി ആചാര്യനായ ഗുരു കുഞ്ചുറുപ്പിൻ്റെ ജന്മം കൊണ്ടും ഒട്ടനവധി പ്രഗത്ഭരായ വ്യക്തികളുടെ ജന്മം കൊണ്ടും കോട്ടായി ഗ്രാമപഞ്ചായത്തിന് വളരെയധികം അനുഗ്രഹീതമായി തീർന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി നേതൃത്വം വഹിച്ച കർഷക പോരാട്ടങ്ങളുടെ ഒരു വിപ്ലവ ഭൂമിയാണ്. പഞ്ചായത്ത് രൂപീകൃതമായ വർഷം തന്നെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ ഞങ്ങളുടെ പഞ്ചായത്തിലെ ജനങ്ങളെ മൊത്തം വികസനത്തിൽ അണിനിരത്തിയതിനുള്ള
ജനകീയ കൂട്ടായ്മ വളർത്തിയതിനുള്ള ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ദേശീയ അവാർഡ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്നും ഏറ്റുവാങ്ങിയ പഞ്ചായത്ത്. പെരുമയുള്ള നാട് പെരുന്നാട്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ പഞ്ചായത്തിലാണ്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഞങ്ങളുടെ പഞ്ചായത്തിൽ കൂടി പഞ്ചായത്തിലെത്തുന്നു. അതുവഴിയാണ് ശബരിമല തീർത്ഥാടനത്തിനായി പോകുന്നത്. പുണ്യനദിയായ പമ്പ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു വരദാനമാണ്. അതുപോലെ കക്കാട്ടാറും ഈ ഞങ്ങളുടെ പഞ്ചായത്തിൽ കൂടി ഒഴുകുന്നു. വനപ്രദേശങ്ങളാൽ നിബിഡമായ വനപ്രദേശങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. ഈ പ്രദേശത്തു കൂടി പമ്പാനദി ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിനടുത്തായിട്ട് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റെന്തെല്ലാം പ്രത്യേകതകളാണ് ഈ പഞ്ചായത്തിനുള്ളത്? കണ്ണൂരിൻ്റെ വളരെ അടുത്ത തനിമയുടെയും തറിയുടെയും കലയുടെയും അടുത്തായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ പുഴാതി പഞ്ചായത്ത്. അതിൽ മുനിസിപ്പാലിറ്റിയോടനുബന്ധിച്ച് വടക്ക് ഭാഗത്തായിട്ട് നമ്മുടെ പുഴാതി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു. കൂത്താട്ടുകുളം വളരെ ധീരന്മാരായ പുരുഷന്മാരുടെയും അതിലേറെ ധീരയായ വനിതകളുടെയും കൂത്താട്ടുകുളം മേരിയൊക്കെ പോലെയുള്ള വനിതകളുടെയും നാടാണ്. പിന്നെ ടീച്ചറിനെ പോലെ ഊർജ്ജസ്വലയായ ഒരു വനിതാ പ്രസിഡന്റും കൂടെ വന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ പഞ്ചായത്തിൽ സ്ത്രീ ശാക്തീകരണ പരിപാടികൾ മാത്രമേ ഉള്ളൂ? അല്ലല്ല, എല്ലാ സമസ്ത മേഖലയിൽ ഞങ്ങൾ ടച്ച് ചെയ്തുള്ള പരിപാടി ഉള്ളതാണ്. പദ്ധതി നടത്തിപ്പിനോളം പ്രധാനമാണ് അതിന്റെ രേഖപ്പെടുത്തി വെക്കലും ആശയവിനിമയവും. നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഓരോ ഘട്ടവും തെളിച്ചത്തോടെ അവതരിപ്പിക്കുന്നതിൽ ഒരു പടി മുൻപിലായിരുന്നു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ദാരിദ്ര്യ ലഘൂകരണം അതിന് ഒരു മുഖ്യ വിഷയമായി എടുത്തുകൊണ്ട് കാർഷിക വൃത്തിയുടെ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ഉന്നതിയിലൂടെ അത് തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യ ലഘൂകരണം പടിപടിയായി പഞ്ചായത്തിൽ നിന്ന് നീക്കം ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് മുഖ്യമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുട്ടിക്കലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് റബ്ബർ ഉൽപ്പാദിപ്പിച്ച നാട്. ആ റബ്ബറിന്റെ ആധിക്യം മൂലം മറ്റുള്ള വിളകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ജനപ്രതിനിധികൾ കൈകോർത്ത് പഞ്ചായത്ത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടും അതേപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വിവിധ പദ്ധതികൾ. അതിനകത്ത് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കൂൺ കൃഷി, അതൊരു 100ഓളം വനിതകൾക്കാണ് ഞങ്ങൾ ആ പദ്ധതി അധിക വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി കൊടുത്തത്. അതേപോലെ തന്നെ തേൻ വളർത്തൽ, അതും ഗ്രൂപ്പായിട്ട് തന്നെ. അതേപോലെ തന്നെ ഉൾനാടൻ മത്സ്യകൃഷി, വിവിധ ക്ലബ്ബുകൾ, ഫാം ക്ലബ്ബുകൾ, പുഷ്പ ക്ലബ്ബുകൾ, ഇതുപോലെ വിവിധ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വനിതകളുടെ ഇടയിലേക്ക് അധിക വരുമാനം ഉണ്ടാക്കുന്നതിനൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലയിലേക്ക്. നിങ്ങൾക്ക് 13 സ്കൂളുണ്ട് അല്ലേ? എത്ര സ്കൂളിലുണ്ട് ഗ്രീൻ സേവ പോലീസ്? 13 സ്കൂളുകളിൽ നിന്നും ഓരോ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികളെ വെച്ച് തിരഞ്ഞെടുത്ത് അവർക്ക് പിന്നെ ക്ലാസ്സുകൾ കൊടുത്താണ് ഇങ്ങനെ സംരക്ഷണമാണ് പ്രധാന പദ്ധതിയായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ എത്ര കാലമായി, അതിൻ്റെ എന്തൊക്കെയാണ് ഇപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്? ഏകദേശം 2 വർഷത്തോളമായി ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചിട്ട്. ആദ്യ വർഷകാലങ്ങളിൽ ഊർജം സംരക്ഷിക്കുക എന്ന് വെച്ചുകൊണ്ട് വീടുകളിൽ ബയോഗ്യാസ് നിർമ്മാണ പ്രവർത്തനങ്ങളും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത്, വേസ്റ്റിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് എനർജിയെ LPG പോലുള്ള എനർജികളെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ഏകദേശം 300ഓളം വീടുകൾക്ക് നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ഒരു വലിയ ബയോഗ്യാസ് പ്ലാന്റ് തന്നെ നിർമ്മിച്ച് കൊടുക്കാൻ ആദ്യ 2007 കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു. 2008-2009 സാമ്പത്തിക വർഷത്തിലെ ഒരു പദ്ധതിയായിരുന്നു എനർജി കൺസർവേഷൻ. അത് വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ എനർജി കൺസർവേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകണം എന്ന് പഞ്ചായത്ത് ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു സ്കൂളിനെ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി കൂടി സ്കൂളിനെ തിരഞ്ഞെടുത്തു. ആ സ്കൂളിലെ 300 വിദ്യാർത്ഥികളെ ഊർജ്ജസേന അംഗങ്ങളാക്കി ഞങ്ങൾ പ്രവർത്തിപ്പിച്ചു. 1800 വീടുകളിൽ എല്ലാ വീട്ടുകാരോടും എങ്ങനെ ഒരു ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം എന്നുള്ള പ്രവണത, അതുപോലെ തന്നെ കാലപ്പഴക്കം വന്ന മെഷീനറികൾ, മിക്സി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വൈദ്യുതി നിങ്ങൾക്ക് പാഴായി പോകും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ചില വീടുകളിലെല്ലാം ഇലക്ട്രിക്കൽ ഐറ്റം തന്നെ മാറ്റി 25 വർഷവും 40 വർഷവും ഒക്കെ പഴക്കമുള്ള ഇലക്ട്രിക്കൽ ഐറ്റം തന്നെ മാറ്റാനായിട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം 1800 രൂപ വൈദ്യുതി ചാർജ് വന്നുകൊടുത്തു നിന്ന് ഞങ്ങൾ 5 മാസത്തെ നിരന്തര പ്രവർത്തനത്തിന്റെ ഭാഗമായി 400 രൂപയിലേക്ക് അവരുടെ വൈദ്യുതി ബില്ല് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ 1800 വീടുകളിലും ഏറ്റവും കൂടുതൽ എനർജി 100 വാട്ടിന്റെ ബൾബൊക്കെ മാറ്റി 15 വാട്ടിന്റെ ബൾബ് ഞങ്ങൾ
അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിനെ കൊണ്ട് തന്നെ നൽകിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 10 ലക്ഷം വൈദ്യുതി യൂണിറ്റ് നമുക്ക് പ്രതിവർഷം കുറയ്ക്കാനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ 1000 ഗ്രാമപഞ്ചായത്തുകളിലും ഈ വൈദ്യുതി കൺസംഷന് വേണ്ടി ഇത്തരം ഒരു പദ്ധതിയുമായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ ഇന്ന് എത്രയോ ലക്ഷം വരുന്ന വൈദ്യുതി ലാഭിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, എത്രയോ കാടുകളും എത്രയോ ഇതെല്ലാം വെട്ടി നമ്മൾ പുതിയ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സമൂഹത്തെയും നാളെ വരാൻ പോകുന്ന ആഗോളതാപനത്തെയും റെസിസ്റ്റ് ചെയ്യുക. അത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാർഷിക മേഖലയിലുണ്ടായ തകർച്ചയെ തുടർന്ന് ടൂറിസമാണ് ഇവിടെ പ്രധാന വരുമാനമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായ മാലിന്യം പ്രധാന പ്രശ്നമായിരുന്നു. അത് മാലിന്യ വിമുക്തമായ ഒരു പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു പ്രഥമ ലക്ഷ്യം. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നത് മറ്റൊരു ലക്ഷ്യം കൂടിയായിരുന്നു. മാത്രമല്ല, ആദിവാസികളുടെ ഏതാണ്ട് പഞ്ചായത്തിൽ 500ഓളം ആദിവാസി കുടുംബങ്ങളുണ്ട്. ഈ ആദിവാസികളുടെ സർവോന്മുഖമായ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി, മാത്രമല്ല സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയും സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും അനീതികളും തടയുന്നതിന് വേണ്ടിയും ജാഗ്രതാ സമിതിയും നന്നായി പ്രവർത്തിച്ചു വരുന്ന ഒരു പഞ്ചായത്താണ് കുമളി ഗ്രാമപഞ്ചായത്ത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൽ നെൽകൃഷി വികസനം, പുരയിട കൃഷി വികസനം, പച്ചക്കറി കൃഷി വികസനം, മൃഗസംരക്ഷണം, മാതൃകാ കാർഷിക ഗ്രാമം, അതുപോലെ സ്ത്രീ ശാക്തീകരണം, അതിനുവേണ്ടി പ്രത്യേക വനിതകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി കാർഷിക മേഖലയിൽ പ്രത്യേക പദ്ധതികൾ, പിന്നെ സമ്പൂർണ്ണ IT വിദ്യാഭ്യാസം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് മാത്രമായുള്ള വെബ് പോർട്ടൽ ഞങ്ങളാണ് ആദ്യം സജ്ജരാക്കിയത്. തൊഴിലുറപ്പിലൂടെ കുടുംബശ്രീ വനിതകളെ ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി പച്ചക്കറി കൃഷി ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു. 55 വനിതാ ഹരിത സ്വയം സഹായ സംഘങ്ങളിലൂടെ 300 ഏക്കർ സ്ഥലത്തെ പച്ചക്കറി കൃഷിയും കിഴങ്ങ് വർഗ്ഗങ്ങളും കൃഷി ചെയ്യുവാൻ കഴിഞ്ഞു. അതിലൂടെ 1855 വനിതകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ ലഭിക്കുകയുണ്ടായി. Initially when you have paddy cultivation, even ഇങ്ങനെ ഈ സ്മോൾ ഏരിയ കോൺസെപ്റ്റിലും ഇത് നിങ്ങളുടെ ഗ്രാമത്തിൽ മുമ്പ് പാഡി കൾട്ടിവേഷൻ ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് അതെങ്ങനെ എടുത്തു വന്നോ, അല്ലെങ്കിൽ ഡിഡ് യു തിങ്ക് ഓഫ് അതർ ക്രോപ്സ്? വേറെ എന്തെങ്കിലും വെച്ചാൽ അത് ശരിയാവുമോ എന്ന് ആലോചിച്ചോ? സോറി, ഇല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, 15 വർഷത്തേക്ക് മുമ്പേ 28 ഹെക്ടർ നെല്ലും കൃഷി ഉണ്ടായിരുന്നു. പാടശേഖര സമിതികളുണ്ടായിരുന്നു, പാടശേഖരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി കൂറ്റൻ ബംഗ്ലാവ് ഭവന നിർമ്മാണത്തിനാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത് ജനങ്ങളിൽ നിന്ന്. ആണോ? ഞങ്ങൾ മുൻഗണനാക്രമങ്ങൾ ഒത്തിരി ഞങ്ങളുടെ മുമ്പിൽ വന്നു. എങ്കിലും ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായി പഞ്ചായത്ത് ഭരണസമിതിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഭവന നിർമ്മാണമാണ് എന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. വീടില്ലാത്തവരാരും ഉണ്ടാകരുത്, വീടില്ലാത്ത ആരും ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ടാവരുത് എന്നതാണ്. 370 പേരാണ് ഭവനരഹിതരുടെ എണ്ണമായിട്ട് ഈ ചോദ്യാവലിയിൽ എഴുതി. 370 പേരാണോ? അതെ, അത് തന്നെയാണ്. അതില് 49 ഗുണഭോക്താക്കൾ MN ലക്ഷം വീട് വിഭാഗത്തിൽ പെടുന്നവരാണ്. ഉൾപ്പെടുന്നതാണ്. 266 പേര് ജനറൽ കാറ്റഗറിയിൽ വേറെ വീടില്ലാത്തവരായിട്ടുണ്ടായിരുന്നു. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം.
അധികാര